أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. സദഖല്ലാഹുൽ അലീം. അത്യുത്കൃഷ്ട വചനങ്ങളത്രേ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഘടകങ്ങളൊക്കെയും പരസ്പരം ചേർന്നതും വിഷയങ്ങൾ ആവർത്തിച്ചുറപ്പിക്കപ്പെട്ടതുമായ ഒരു വേദം. അത് കേൾക്കുമ്പോൾ റബ്ബിനെ ഭയപ്പെടുന്ന ജനത്തിന് രോമാഞ്ചമുണ്ടാകുന്നു. അനന്തരം അവരുടെ ശരീരങ്ങളും മനസ്സുകളും തരളിതമായി ദൈവസ്മരണയിലേക്ക് ഉന്മുഖമാകുന്നു. ഇതത്രേ അള്ളാഹുവിൻ്റെ സന്മാർഗം. താനിച്ഛിക്കുന്നവരെ അവൻ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. ആർക്ക് അള്ളാഹു സന്മാർഗം നൽകുന്നില്ലയോ അവർക്ക് പിന്നെ സന്മാർഗദർശകനായി ആരുമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തു സുമറിലെ 23-ാം വചനവും അതിൻ്റെ അർത്ഥവുമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധ റമളാൻ മാസം ഒരിക്കൽ കൂടി നമ്മിലേക്ക് ആഗതമാവുകയാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ഖുർആനിൻ്റെയോടൊപ്പം ഒരു മാസക്കാലം യാത്രയാവുകയാണ്. വിശുദ്ധ ഖുർആൻ കേവലം വായനയേക്കാൾ ഉപരി അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ആണ്ടിറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം. അതിന് ഒന്നാമതായി നമുക്ക് വേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നു എന്ന ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദീപമായതുകൊണ്ട് തന്നെ വളരെ ലളിതമാണ് ഖുർആന്റെ ശൈലി. മനുഷ്യന്റെ ഹൃദയത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്ന വിവിധങ്ങളായ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും നിറഞ്ഞതാണ് വിശുദ്ധ ഖുർആൻ. മറ്റു ഗ്രന്ഥങ്ങളും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം നാം ചിന്തിക്കാറുണ്ടോ? ഒരാൾക്ക് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത്? മറ്റു ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവ് ആ പുസ്തകം എഴുതിയതിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ പൊറുക്കണമെന്ന് ചില പുസ്തകങ്ങളുടെ ആമുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഖുർആനിൻ്റെ ആദ്യ പേജിൽ ആമുഖത്തിൽ അതിൻ്റെ രചയിതാവായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ശേഷം റഹ്മാനും റഹീമുമാണ്, അതേപോലെ തന്നെ സർവ്വലോകരക്ഷിതാവിൻ്റെ നാഥനാണ്, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് എന്നിങ്ങനെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഖുർആനിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഗ്രന്ഥം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതിൽ യാതൊരു സംശയവുമില്ല, ഇതൊരു ഗ്രന്ഥമാകുന്നു, ഇതിൽ യാതൊരു സംശയം ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടാണ് ഖുർആനിൻ്റെ രചന അവിടെ ആരംഭിക്കുന്നത് തന്നെ. അതിൽ യാതൊരു ഭിന്നതയോ വൈരുദ്ധ്യമോ ഇല്ല എന്നർത്ഥം. അതിലെ ഓരോ ഘടകവും മറ്റു ഘടകങ്ങളെ ബലപ്പെടുത്തുന്നു. ഓരോ ആശയവും മറ്റു ആശയങ്ങളെ സത്യപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അക്ഷരത്തിലും അർത്ഥത്തിലും വാക്കുകളിലും തികഞ്ഞ ഏകതാനത പുലർത്തുകയും ചെയ്യുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നില്ല? നാം ചിന്തിച്ചു നോക്കാറുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ ഹൃദയം തരളിതമാകാത്തത്? ഉദാഹരണമായി പറയുകയാണെങ്കിൽ പഴയ കാലഘട്ടങ്ങളിലൊക്കെ എഴുത്ത് ആയിരുന്നു, കത്ത് എഴുതുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ പ്രവാസികളായവരും അല്ലെങ്കിൽ ദൂരെ താമസിക്കുന്നവരുമൊക്കെ
ഒരു എഴുത്ത് എഴുതി കഴിഞ്ഞാൽ അത് കിട്ടുവാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ പ്രിയതമൻ്റെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ എഴുത്ത് കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം കാത്തു നിൽക്കുന്ന ഒരു ഘട്ടം, ആ ഒരു കാലം. അങ്ങനെ ആ കത്ത് കിട്ടിയില്ലെങ്കിൽ എഴുത്ത് കിട്ടാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയി നമ്മൾ അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുടെ ആ എഴുത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും അത് കിട്ടിയില്ല എങ്കിൽ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സമയം. അങ്ങനെ ആ ലെറ്റർ കിട്ടുമ്പോൾ അത് ഇഷ്ടത്തോടെ വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി, അതൊരു പ്രത്യേകതയായിരിക്കും. അപ്പോൾ നമ്മുടെ നാഥൻ്റെ വചനങ്ങൾ നാം ഇഷ്ടപ്പെട്ട് അതിൻ്റെ പ്രണയത്തോടുകൂടി, നാഥനോടുള്ള പ്രണയത്തോടുകൂടി, ഖുർആനിനോടുള്ള പ്രണയത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി നാം അത് വായിക്കുമ്പോൾ മാത്രമേ ഹൃദയത്തിൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ പ്രത്യേകം ഈ ആയത്തിൽ പറയുന്നത്, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്ന ജനത്തിന് രോമാഞ്ചമുണ്ടാകുന്നു, അനന്തരം അവരുടെ ശരീരങ്ങളും മനസ്സുകളും തരളിതമായി ദൈവസ്മരണയിലേക്ക് ഉന്മുഖമാകുന്നു എന്ന് ഈ ആയത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഹൃദയത്തിന് ആശ്വാസവും കുളിരും അനുഭവപ്പെടുന്നത്. അല്ലാത്തവർക്ക് അത് വെറും അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നത് പോലെ മാത്രമായിരിക്കും. റബ്ബിൻ്റെ വചനമാണ് ഖുർആൻ. അത് പാരായണം ചെയ്യപ്പെടുമ്പോൾ നാം കൂടുതൽ അള്ളാഹുവായിട്ട്, റബ്ബുമായിട്ട് ബന്ധമുണ്ടാകുന്നു. ഒരു ഡോക്ടറുടെ മരുന്ന് നമുക്ക് ഫലിക്കണമെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർ ചികിത്സിക്കുന്ന ആ ഡോക്ടറിൽ നമുക്ക് നിറഞ്ഞ വിശ്വാസമുണ്ടാകണം. അല്ലാതെ മരുന്ന് കഴിക്കുമ്പോൾ ആ അസുഖം മാറണമെന്നില്ല. അതേപോലെ തന്നെ റബ്ബിൽ വിശ്വസിക്കുന്നവർക്കേ റബ്ബിൻ്റെ വചനത്തിന് ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഖുർആനുമായുള്ള സത്യവിശ്വാസികളുടെ ബന്ധം സുദൃഢമായിരിക്കണം. തൻ്റെ റബ്ബിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു മാർഗം കൂടിയാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് ഹുദല്ലിൽ മുത്തഖീൻ എന്ന്. കൂരിരുട്ടും കുടുസുമില്ലാത്ത പ്രകാശനമായ നേർപാതയിലേക്കാണ് ഈ ഗ്രന്ഥം നമ്മെ നയിക്കുന്നത്. പ്രകാശപൂരിതമായ പാത വെട്ടിത്തെളിച്ച ഖുർആനിൻ്റെ അധ്യാപനങ്ങളാകട്ടെ അത് അത്ര തന്നെ വ്യക്തവും പ്രകാശിക്കുന്നവയും അത്രേ. ഈ പാതയിലൂടെ ചരിക്കുന്ന മനുഷ്യൻ വെളിച്ചത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തു അഅറാഫിൽ, ഹാദാ ബസാഇറു മിർ റബ്ബിക്കും വഹുദൻ വറഹ്മത്തൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഇത് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഉൾക്കാഴ്ചയുടെ കിരണമാകുന്നു, അത് വിശ്വസിക്കുന്ന ജനത്തിനുള്ള സന്മാർഗവും അനുഗ്രഹവുമാകുന്നു. ഖുർആൻ ഒട്ടും ഹൃദയത്തിലില്ലാത്തവരെ ആൾപ്പാർപ്പില്ലാത്ത വീടിനോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചിരിക്കുന്നത്. അതിനാൽ ഖുർആനെ നാം മുറുകെ പിടിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വേദത്തെ മുറുകെ പിടിക്കുവിൻ, അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനെ ഓർമ്മിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ സുരക്ഷിതരായേക്കാം. ഖുർആൻ സ്മരണയാണ്, ഖുർആൻ ശുഭവാർത്തയാണ്, ഖുർആൻ താക്കീതാണ്, ഖുർആൻ വെളിച്ചമാണ്, ഖുർആൻ ജ്ഞാനമാണ്, ഖുർആൻ ഒരു ശിഫയാണ്. ഇങ്ങനെ ഖുർആനിലൂടെ നാം ചിന്തിക്കുന്നതിനേക്കാളുപരി ധാരാളം വിലമതിക്കാനാകാത്ത അത്രയും തന്നെ നിധി അള്ളാഹ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കുക. ഖുർആനിനെ നെഞ്ചിലേറ്റുന്നവരാകാൻ വേണ്ടി നമുക്ക് കഴിയണം. അള്ളാഹുവിനെ സ്നേഹിക്കാനും അവൻ്റെ സ്നേഹം കരസ്ഥമാക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് നാം എങ്കിൽ ഖുർആൻ പതിവാക്കുക. അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ ഏറ്റവും പറ്റിയ മാർഗം ഖുർആൻ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.